നിലമ്പൂർ തോറ്റു കഴിഞ്ഞാൽ UDFന്റെ അവസ്ഥ ഉണ്ടായി. UDF ഭയാനകമായി മുന്നണി UDF എന്ന് പറഞ്ഞ മുന്നണി ഇതുപോലെ നമുക്ക് കാണുമോ എന്ന് പക്ഷേ ചില ഭാഗങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ ഇതുപോലെ കാണാൻ കഴിയും സംശയമാണ്. അത് ശരി. അപ്പൊ ഭയാനകം എന്നുള്ളൊരു വാക്കാണ് മത്സരത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രചരണങ്ങളെ അതിജീവിച്ച് വലിയൊരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിലെ ഇടതുപക്ഷ വിജയം ഉണ്ടായിരിക്കുന്നില്ല, വിജയമുണ്ട്. വിജയിച്ചു എന്ന് തന്നെയാണ് അത് കാത്തിരിക്കേണ്ട കാര്യമില്ലേ, നമ്മളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഇനി എണ്ണി തിട്ടപ്പെടുന്ന നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ എണ്ണി തിട്ടപ്പെടുന്ന പറയുന്ന പലപ്പോഴും ഒരു മാധ്യമപ്രവർത്തകരെക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്കാണ് കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാർക്കാണ് കൂടുതൽ. ഓക്കെ, നിങ്ങൾ ആ ഉറപ്പിൽ പറയുന്നത്. കോടമഞ്ഞ് പെയ്യുന്ന നീലഗിരിയുടെ താഴ്വരയിലെ നിലമ്പൂരിലെ തിളച്ചുമറിഞ്ഞ തെരഞ്ഞെടുപ്പ് ചൂടിന് അന്തിമമായിരിക്കുകയാണ്. എന്തായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റങ്ങൾ? എന്നോടൊപ്പമുള്ളത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവും കേരള ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ ചെയർമാനുമായ CR വത്സൻ സാറാണ്. സാറേ, സ്വാഗതം. സത്യസന്ധമായി പറയൂ, എത്ര ഭൂരിപക്ഷം താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഇത്ര വോട്ടിന് 10,000 വോട്ടിന് ജയിക്കുന്നു, 50,000 വോട്ടിന് ജയിക്കുമോ ഒന്നല്ല അതിന്റെ വിഷയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ അസംബ്ലി നിയോജകമണ്ഡലം നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു കണക്ക് പറയാൻ കണക്ക് വേണമെങ്കിൽ നമുക്ക് കൂട്ടി പറയാം. പക്ഷെ ആ കണക്കുകളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോ ഇതിനിടെ ഇന്ന് തന്നെ പല കണക്കുകളും വന്നു. നമ്മൾ വെറുതെ ഒരു അനാവശ്യമായ ഒരു കണക്കിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആ കഴിഞ്ഞ ദിവസങ്ങളിലെ പിന്നെ അന്വേഷണവും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനമൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളൊരു അവിടെ ഉണ്ട്, ശക്തമായിട്ടുണ്ട്. താങ്കൾ ഓട്ടോറിക്ഷയിൽ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു നമ്മുടെ താങ്കൾക്ക് അത് അനുഭവം സത്യസന്ധമായി പറയും. ഭരണവിരുദ്ധ വികാരം എന്ന് UDFകാർ പറഞ്ഞു പരത്തുന്നതല്ലാതെ നാട്ടുകാർക്കിടയിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം കണ്ടതായിട്ട് നമുക്കറിയില്ല. നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റാണ്. അതുകൊണ്ടാണല്ലോ 2016 തൊട്ട് 21 വരെ ഭരിച്ചു. 21 രണ്ടാം ഭരണം വരാനുണ്ടായ പിണറായി സർക്കാർ രണ്ടാമത് വരാനുണ്ടായ കാരണം അന്ന് ഭരണവിരുദ്ധ വികാരം തന്നെയാണല്ലോ ഇവർ പറഞ്ഞിരുന്നത്. ഇടതുമുന്നണിയുടെ ഏറ്റവും സംബന്ധിച്ചുള്ള മുന്നോട്ട് വെച്ച ഏറ്റവും ശക്തിയുടെ ആയുധം എന്ന് പറയുന്നത് സ്വരാജ് എന്നൊരു സ്ഥാനാർത്ഥിയാണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്? സ്വരാജ് എന്നൊരു സ്ഥാനാർത്ഥി ഇനി നാളെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വരാജ് പോരായിരുന്നു പറയുമോ? അതിന് യാതൊരു സാധ്യതയില്ല. സ്വരാജ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി CPMന്റെ ഉന്നത തലത്തിലുള്ള പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വരാജ് ആ നാട്ടുകാരൻ കൂടിയാണ്. പൊത്തുകല്ല് പഞ്ചായത്തിലെ ഒരു നിവാസി കൂടിയായ ശ്രീ സ്വരാജ്. ആ സ്വരാജ് ആണ് ഇന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് നമുക്ക് പ്രവർത്തിച്ചപ്പോഴും മനസ്സിലായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെയുള്ള സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. ഞാൻ പിന്നെ ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇപ്പൊ താങ്കളുടെ നേതാവ് രാമചന്ദ്രൻ കടന്നപ്പള്ളി സാറ് സ്റ്റേജിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് പാർട്ടിയുടെ കടന്നപ്പള്ളി സാറിന്റെ ആരോഗ്യത്തിന് ഇപ്പൊ എങ്ങനെയാണ്? ഒരു പ്രശ്നമില്ല. മഴയും ഒരുപാട് മഴയും ഇതൊക്കെ കാരണം ചില ജലദോഷവും ഉള്ളതെന്ന് വെച്ചാൽ ചിലര് പ്രചരിപ്പിക്കുന്ന പല കാരണങ്ങളും. അപ്പൊ അങ്ങനെയൊന്നുമില്ല, സാറ് വളരെ എനർജറ്റിക്. അവിടെ 13 മുതൽ 17-ാം തീയതി വരെ പൂർണ്ണസമയമായിരുന്ന ഒരാളാണ്. ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രചരണങ്ങളെ അതിജീവിച്ച് വലിയൊരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിലെ ജീവിച്ചു കഴിഞ്ഞ് വിജയം ഉണ്ടായിരിക്കുന്നില്ല, വിജയമുണ്ട്. കാത്തിരിക്കേണ്ട കാര്യമില്ലേ, നമ്മളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വരാജിന് നമ്മൾ പറഞ്ഞ എല്ലാ വിഷയത്തിലും ഇടപെട്ടു. പക്ഷെ UDFന്റെ സ്ഥാനാർത്ഥി ഒരു വിഷയത്തിൽ പോലും അങ്ങനെ ഇടപെട്ട് കണ്ടതായി ഒരു കാര്യത്തിൽ ഇടപെടാതിരുന്നത് പിന്നെ ഒരുപാട് വിഷയങ്ങൾ അതുകൊണ്ട് മാത്രമല്ല ഒരുപാട് വിഷയങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു UDFന്റെ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ പുതിയൊരു വിഷയം കൂടി ഉണ്ടാവണ്ട എന്ന് അതിൽ ഇടപെടാതെ അത് ഉറപ്പല്ല. ഞാൻ കരുതുന്നു അവിടെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് എതിരെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് UDFകാർ തന്നെ പറയപ്പെടുന്നു. അപ്പൊ ആ പറയപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് ഇനിയും കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകണമോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം, നമുക്കറിയില്ല. നല്ല മണ്ഡലമാണ്, നല്ല
സമ്പന്നരായ മനുഷ്യന്മാരാണ്. മാത്രമല്ല അവർക്ക് രാഷ്ട്രീയം അറിയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ ഞാൻ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ പോലും ഓട്ടോറിക്ഷ ഡ്രൈവറോട് ചോദിച്ചാൽ അവരെ ഏത് പിന്നെ പാർട്ടിക്കാരാവട്ടെ അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ആളുകളോട് സംസാരിക്കുമ്പോഴും അറിയാം. ചായക്കടയുടെ മുന്നിലിരിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ അവർക്ക് രാഷ്ട്രീയമുണ്ട്. അവർ പറയും ഇന്നാളെ അവരുടെ താല്പര്യം അനുസരിച്ച് UDF LDF എന്നൊക്കെ പറയുമെങ്കിലും അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെയാണ് വേണ്ടത് നമുക്ക് എല്ലാവർക്കും. അതായത് നിലമ്പൂർ മാത്രമല്ല, കേരളം മുഴുവൻ അങ്ങനെയാണ്. വിദ്യാസമ്പന്നരായ നാടാണ് കേരളം. 3.5 കോടി മലയാളികൾക്കും അവരുടെ രാഷ്ട്രീയം അവരുടെ ഉള്ളിലുണ്ട്. പ്രകടിപ്പിക്കുന്നതാവില്ലായിരിക്കും പലരും. പക്ഷെ നിലമ്പൂര് പക്ഷെ അത് വ്യക്തമായിട്ട് അവർ നിലമ്പൂര് പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ പ്രകടനം നമുക്ക് 23-ാം തീയതി കാണുകയും ചെയ്യാം. വോട്ട് ഉണ്ടുമ്പോ താങ്കൾക്ക് ഉറപ്പാണ്. ഓക്കെ. 2-3 ചോദ്യങ്ങൾ കൂടെ ചോദിക്കുന്നത്. താങ്കൾ തൃശ്ശൂർ ജില്ലാ നിവാസിയാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത് വന്നിരിക്കുകയാണ്. 2 പ്രാവശ്യമായിട്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF-ന്റെ കാലാകാലങ്ങളായി വളരെ 100 വർഷത്തിന്റെ ചരിത്രത്തിൽ ശക്തി കേന്ദ്രം തന്നെയാണ്. ആ കോർപ്പറേഷന് 2 വട്ടമായി എഴുതിയിരിക്കുന്നത്. അടുത്ത വട്ടം തിരിച്ചു പിടിക്കുന്ന ആൾക്കാർ ഞാൻ DCC പ്രസിഡന്റ് പറഞ്ഞു. തൃശ്ശൂരിലുള്ള 13 അസംബ്ലി നിയോജകമണ്ഡലത്തിലെ ഒരേ ഒരു മണ്ഡലമാണ് UDF ഉള്ളൂ. ബാക്കി 12 നിയോജകമണ്ഡലം LDF-ന്റെ കയ്യിലാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ല. അതിന്റെ ഉള്ളിൽ പെടുന്നതാണല്ലോ ഈ കോർപ്പറേഷനും. അപ്പൊ ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തി കേന്ദ്രം എന്നൊരു പഴങ്കഥയായി മാറി അതൊക്കെ പോയിട്ട് എത്രയോ ഒരു ദശകം കഴിഞ്ഞു. ഇനി ആ ശക്തി കേന്ദ്രം ഒന്നും പറയാനില്ല. ഇപ്പൊ LDF-ന്റെ ശക്തി കേന്ദ്രമാണ്. ചോദ്യങ്ങളോട് ചോദിക്കുകയാണ്. എനിക്കൊരു ഉത്തരം തരണം. ഞാനൊക്കെ എന്റെ രാഷ്ട്രീയം ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ട്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങിയ കാലം തൊട്ട് എല്ലാ സ്ഥിരവേദികളുടെ തൃശ്ശൂർ ജില്ലയില് ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട യോഗങ്ങളിലൊക്കെ മത്സരം എല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ ഒരിക്കൽ പോലും ഇടിച്ചു കയറി അങ്ങനെ ഒരു സ്വഭാവം ഒരിക്കലും വിദ്യാർത്ഥി യൂണിയൻ KSUവിന്റെ കാലം തൊട്ട് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാണ്. KSUവിലാണ് താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം? KSUവിന്റെ ജില്ലയിലെ വരെ താലൂക്ക് വരെ എത്തിയുള്ളൂ. പിന്നെ അതിന്റെ യൂത്ത് കോൺഗ്രസിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞിട്ട് പാർട്ടി. ഏത് കോളേജിലേക്ക് സ്കൂളിലേക്ക്? ഞാൻ സ്കൂളിലെ പഠിച്ചിട്ടുള്ളൂ. കോളേജിൽ നമ്മള് മാത്യു സ്കൂൾ ജീവിതമായി. അത് കഴിഞ്ഞ് നമ്മൾ യുവജന രംഗത്ത് വന്നു. യുവജന രംഗത്ത് പാർട്ടി രംഗത്ത് നമ്മൾ വെറുതെ ഇടിച്ചു കയറിയിട്ടൊന്നും കഥയില്ലല്ലോ. നമ്മളെ അംഗീകരിക്കുന്നവർ വരുമ്പോൾ ബഹളമായ രീതിയിൽ ഒരു പ്രസംഗം തീപ്പൊരി അങ്ങനെയുള്ള നമ്മൾ കാര്യം പറയാൻ അവസരം കിട്ടുമ്പോൾ കാര്യം പറയാം. അതാണ് താങ്കളുടെ ശൈലി. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇടിച്ചു കയറിയിട്ടൊന്നും വലിയ കഥയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ കരുതുന്നില്ലേ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 40-45 വർഷമായല്ലോ നമ്മൾ ഈ രാഷ്ട്രീയ. ഞാൻ പറയുന്നത് എന്റെ ചെറുപ്പകാലം കുട്ടിക്കാലം തൊട്ട് താങ്കളെ ഇടതുപക്ഷത്തിന്റെ വേദികൾ മറ്റുള്ള കസേരകളിൽ ഇരിക്കുന്നവർ പലരും മാഞ്ഞു അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിലും വത്സേട്ടൻ അവിടെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന പലരും പല പാർട്ടികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് നമ്മളൊരു കോൺഗ്രസ് ലൈനാണല്ലോ. കോൺഗ്രസ് എസ് ആണ്. എന്തെങ്കിലും കണ്ടാൽ നമ്മൾ അപ്പുറത്തേക്ക് പോകുന്ന യാർഡ് ഇല കടിക്കുന്ന പോലെ പോകുന്ന കാര്യമാണ്. ഇതൊക്കെ ആളുകൾ പോകട്ടെ. നമുക്കിപ്പോ അതിന് തർക്കിക്കേണ്ട കാര്യമില്ല. നമ്മള് എന്താണോ ചെയ്തു വന്നിരുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ അപ്പുറത്ത് പോയിട്ട് പിന്നെ ഈ ലോകം കഴിയുമ്പോഴും അറിയാനൊന്നും പോകുന്നില്ല. നമ്മൾ പ്രവർത്തിച്ചിരുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യാസം വരുമ്പോൾ നമ്മൾ അപ്പം ആലോചിക്കാം. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഈ 40-45 വർഷമായിട്ട് പഴയ കോൺഗ്രസിന്റെ പൈതൃകം പേറുന്ന ഒരു പാർട്ടിയാണ്. അതായത് ഒരു തറവാട്ടിൽ നിന്ന് 10 മക്കളിലുള്ള ആളുകളിൽ 9 മക്കളും മാറിപ്പോയാലും യഥാർത്ഥ കോൺഗ്രസ് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് താങ്കൾ വിശ്വസിക്കുന്നതിനാണ് സംശയമില്ല. ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ എന്താ? ഞങ്ങളുടെ മുദ്രാവാക്യം ഗാന്ധിജിയിലേക്ക് മടങ്ങും രാജ്യത്തെ രക്ഷിക്കും. അതാണ് ഞങ്ങളുടെ സ്ലോഗൻ. ആ മുദ്രാവാക്യമായിട്ട് കഴിഞ്ഞ 24 നൂറ്റാണ്ടായിട്ട് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയിലേക്ക് മടങ്ങൂ എന്ന് തന്നെയാണ്. ഗാന്ധിജിയിലേക്ക് മടങ്ങൂ രാജ്യത്തെ രക്ഷിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, കോൺഗ്രസ് എസിന്റെ. ഈ മുദ്രാവാക്യം മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടമെടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ മീഡിയ അറ്റൻഷൻ ഉണ്ടെങ്കിലാണ് ഇതിനൊക്കെ. അറ്റൻഷൻ ഞങ്ങൾക്കില്ല. നോട്ടബിൾ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകാതെ പോയി താങ്കൾക്ക് എനിക്കില്ല. ഞാൻ തോറ്റിട്ട് കൃത്യമായി നടന്നു വന്ന ഒരാൾ ഞാനാണ്. 2 തവണയാണ് ഞാൻ കോർപ്പറേഷനിൽ മത്സരിച്ച്. അതിനു മുമ്പ് നമ്മുടെ നാട്ടില് ഉടയച്ചിറ സഹകരണ ബാങ്കില് അത് UDF ഭരിക്കുന്ന സംഘമാണ്. സ്ഥിരമായി തെരഞ്ഞെടുപ്പിന് നേരിടും. അത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ്. താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. സാഹചര്യം വരുമ്പോ നിൽക്കാൻ നിർബന്ധമാകുമ്പോൾ നിൽക്കുന്നു. തോറ്റിട്ടുള്ള ദിവസം റൂം അടച്ചിരിക്കും. ഞാൻ അന്ന് തന്നെ കോഫി ഹൗസിലെ ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും അവിടെ
എല്ലാവരും മുമ്പിൽ നിന്നിട്ട് തോറ്റ ദിവസം തന്നെ അപ്പൊ അതൊക്കെ തോറ്റയ്ക്ക് ശേഷം നന്ദി അറിയിച്ച് നോട്ടീസ് എടുത്ത് കൊടുത്ത ആളാണ് ഞാൻ. പ്രിവിലേജ് സി ആർ വെൽസൺ ഇത്ര നീണ്ട ഇന്റർവ്യൂ എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത് സാർ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുട്ടിക്കാലത്ത് തൊട്ട് തൃശ്ശൂരിലെ റൗണ്ടിലും പഴയ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലും കോർപ്പറേഷന് മുമ്പിലൊക്കെ സ്ഥിരമായിട്ട് ഞാനും കണ്ടിട്ടുണ്ടാവും, എന്റെ തലമുറയിലെ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ആദ്യമായിട്ടൊരു ഇന്റർവ്യൂവിന് എടുക്കാൻ എനിക്ക് സഹായിച്ചതിലും എനിക്ക് തന്നതിലും എന്നോട് ഇത്രയും നേരം തിരക്കിനെ സംസാരിച്ചതിലും ഒരുപാട് നന്ദി. താങ്ക് യു.